ഇനി രണ്ട് പേരെക്കുറിച്ചാണ് വിവരങ്ങൾ വേണ്ടത്. ഒന്ന് തസ്ലീമ. ആലപ്പുഴയിലെ ലഹരി ഇടപാടുകാരി തസ്ലീമയുമായി നിരന്തരമായ ഇടപാടുകൾ ഉണ്ടായിരുന്നു. മെത്തഫിറ്റമിനും കഞ്ചാവുമാണ് താൻ ഉപയോഗിക്കാറുള്ളത്. അവരിൽ നിന്ന് ലഹരി വാങ്ങാറുണ്ടായിരുന്നു. രണ്ടാമത് കൊച്ചി നഗരത്തിലെ ഒരാളുടെ പേരും പറയുന്നുണ്ടായിരുന്നു. ഈ രണ്ട് ആളുകൾ സജീർ, ഈ രണ്ടാളുകളുടെ പശ്ചാത്തലം എന്താണ്? ഇവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓപ്പണായി പറയാൻ കഴിയുമോ? ഇവരൊക്കെ പ്രത്യേക വലിയ സംഘങ്ങളാണോ, ഗൂഢസംഘങ്ങളാണോ? രതീഷ, ഇത് ഒരു പ്രധാനപ്പെട്ട ലഹരി വിൽപ്പനക്കാരനാണ് എന്നതാണ് പോലീസ് പറയുന്നത്. അയാളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും വെളിപ്പെടുത്തിയിട്ടില്ല. അന്വേഷണം നടന്നു വരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. കാരണം ഈ ലഹരി ഇടപാടുകളുടെയൊക്കെ ഒരു പിന്നാണ് ഈ വ്യക്തി എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. അയാളെ പിടികൂടുക എന്നത് ഈ കേസിൽ മാത്രമല്ല മറ്റ് പല കേസുകളിലും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അയാളുടെ പേരുമല്ല അയാളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് വെളിപ്പെടുത്താത്തതെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഷൈൻ ടോം ചാക്കോ ഓടിയ വേദാന്ത ഹോട്ടലിൽ ഇയാൾ എത്തി എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പരിശോധന നടക്കുന്നത്. പക്ഷേ ആ പരിശോധനയിൽ ഇയാൾ അവിടെ എത്തിയതായിട്ടോ മറ്റെന്തെങ്കിലും ഇടപാടുകൾ നടത്തിയതായിട്ടോ പോലീസുകാർ പറയുന്നുണ്ടായിരുന്നല്ലോ, ഒരു ലഹരി ഇടപാടുകാരനെ തിരഞ്ഞാണ് ഈ ഹോട്ടലിലേക്ക് എത്തിയതെന്ന്. ആ ലഹരി ഇടപാടുകാരൻ ഈ സജീറാണ് എന്ന് ഉറപ്പിക്കുകയാണോ? അയാളെ തപ്പി വന്നപ്പോൾ ഇയാളെ കുറിച്ച് അറിഞ്ഞു. അതെ, അത് തന്നെയാണ് പോലീസ് പറയുന്നത്. ആ വ്യക്തിയെ തിരഞ്ഞാണ് എത്തിയത്. പക്ഷേ അവിടെ കണ്ടത് ഷൈൻ ടോം ചാക്കോ ആ മുറിയിൽ എടുത്ത് താമസിക്കുന്നതായിട്ടാണ്. സ്വാഭാവികമായും പോലീസ് ഷൈൻ ടോം ചാക്കോയിലേക്ക് പോയി. കാരണം ഷൈൻ ടോം ചാക്കോയുടെ പൂർവ്വകാല ചരിത്രവും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുവെന്ന ചില വിവരങ്ങളും ഒക്കെ തന്നെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഷൈൻ ടോം ചാക്കോയുടെ മുറിയിലേക്ക് പോലീസ് എത്തുന്നത്. അവിടെ എത്തിയപ്പോഴാണ് അപ്രതീക്ഷിതമായി ഇയാൾ ജനാല വഴി ചാടിയോടി പോലീസിന് കൂടുതൽ സംശയമുണ്ടാക്കിയത്. എന്തായാലും ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ആ കേസിൽ പ്രതിയായിരിക്കുകയാണ്. ഇനി നേരത്തെ രതീഷ് സൂചിപ്പിച്ച പോലെയുള്ള ആ ലഹരി ഇടപാടുകാരനെ കണ്ടെത്തുക എന്നത് പ്രധാനമാണ്. ഈ കേസിലല്ല എങ്കിൽ മറ്റ് ഈ കൊച്ചി നഗരം കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ കേസുകളിൽ ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന സൂചനകൾ വരുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ചില കാര്യങ്ങൾ കൂടി ഷൈൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എസ് രാഗിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൂടുതൽ ആ ചോദ്യം ചെയ്യലിൽ ഷൈനിൽ നിന്ന് പോലീസിന് കിട്ടിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഷൈൻ ടോം ചാക്കോ ആദ്യം പോലീസിനോട് സഹകരിച്ചില്ല. അതിനുശേഷമാണ് പിന്നീട് സഹകരിക്കാൻ തുടങ്ങിയത്. ആദ്യം നിസ്സഹകരണമായിരുന്നു. തുടർന്ന് ഒട്ടനവധി കാര്യങ്ങൾ വെച്ചുകൊണ്ട് പോലീസ് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് താൻ ലഹരി മരുന്ന് ഉപയോഗിക്കാറുണ്ട്, പ്രത്യേകിച്ചും മെറ്റഫിറ്റമിനും അതോടൊപ്പം തന്നെ കഞ്ചാവുമാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ അന്നേ ദിവസം ഉപയോഗിച്ചിട്ടില്ല. അതായത് ഈ ഡാൻസ് ഓഫ് സംഘം ഹോട്ടൽ വേദാന്തയിലെത്തി പരിശോധന നടത്തുന്ന ദിവസം ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് പോലീസ് വിശ്വസിക്കുന്നില്ല. എന്നാലും ആദ്യത്തെ കാര്യം പറയുന്നുണ്ട്. പിന്നീട് പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഈ പറയുന്ന അച്ഛൻ തന്നെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടേ ആക്കിയിട്ടുണ്ട്. കൂത്താട്ടുകുളത്തെ ഡി അഡിക്ഷൻ സെൻ്ററിലാണ് കൊണ്ടേ ആക്കിയത് ഈ പ്രശ്നം ആയപ്പോൾ. അതിനുശേഷം 12 ദിവസങ്ങൾക്കിപ്പുറം അവിടെ നിന്ന് ചാടിപ്പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യമാണ് ഷൈൻ പറഞ്ഞിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ മറ്റ് ചിലരെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഷൈൻ പങ്കുവച്ചിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അതിൽ ഷജീറുമായി ബന്ധപ്പെട്ട ഷജീറിനെ പരിചയമുള്ളതായി ഷൈൻ പറയുന്നു എന്നതാണ് മറ്റൊരു കാര്യം. അതോടൊപ്പം ഈ ലഹരി ഇടപാട് നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി വെളിവാകുന്നതായാണ് ലഭിക്കുന്ന വിവരം. ഷജീറിനെ പിടിക്കാൻ നിൽക്കുകയാണ്. പക്ഷേ സാമ്പത്തിക ഇടപാട് ഷജീറുമായി നടത്തിയിട്ടില്ല എന്നാണ് മൊഴി. ഇതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തേക്ക് വരുന്ന മൊഴിയുടെ വിശദാംശങ്ങൾ. ആലപ്പുഴയിൽ എക്സൈസ് പിടിച്ചൊരു കഞ്ചാവ് കേസുണ്ട്. ആ കേസുമായി ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. ആ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ ഈ ഷൈൻ ടോം ചാക്കോയുടെയൊക്കെ പേര് പറഞ്ഞതായി പുറത്ത് വാർത്തകൾ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഷൈൻ ടോം ചാക്കോ ഈ ചോദ്യം ചെയ്തതിൽ സമ്മതിച്ചതായിട്ട് എന്തെങ്കിലും വിവരങ്ങളുണ്ട്? അതായത് തസ്ലീമ, അവിടെ പിടിയിലായ ആ കേസിലെ ഒന്നാം പ്രതിയാണ് തസ്ലീമ. തസ്ലീമയുമായി ബന്ധപ്പെട്ട് തസ്ലീമയുടെ സ്റ്റേറ്റ്മെൻറ്റ് അന്ന് എക്സൈസ് സംഘം എടുത്ത ഘട്ടത്തിൽ ഈ 2 പേരുടെ പേരുകൾ അവർ പറഞ്ഞതായും അവർക്ക് നോട്ടീസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നടക്കം വിവരങ്ങൾ പുറത്തു വന്നു. ഒന്ന് ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി അതിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് പോവുകയും ആ ബെയിലിൽ കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വരികയും ഒക്കെ ചെയ്തു. ഷൈൻ എന്നാൽ അത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയല്ല എന്നതടക്കമുള്ള കാര്യം. പക്ഷേ ഈ ചോദ്യം ചെയ്യലിൽ തസ്ലീമയെ പരിചയമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഷൈൻ പറഞ്ഞു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. രതീഷ, ഇതാണ് ഈ 3 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോം ചാക്കോ സമ്മതിച്ചിട്ടുള്ള കാര്യങ്ങൾ. നേരത്തെ എന്തുകൊണ്ട് ഹോട്ടലിൽ നിന്ന് ഓടിയെന്ന് ചോദിച്ചാൽ അവിടെ പോലീസിനെ കണ്ടപ്പോൾ ഗുണ്ടകളാണെന്ന് സംശയിച്ചാണ് താൻ ഓടിയത്, തന്നെ ആക്രമിക്കാൻ വരുന്നവരാണെന്ന് സംശയിച്ചോടി എന്ന വിചിത്രമായ ന്യായമാണ് ഷൈൻ ടോം ചാക്കോ നൽകിയത്. എന്തായാലും ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് പോകും. അതാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ശരി ബെനിൽ, എന്തായാലും ഷൈൻ ടോം ചാക്കോ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കാറുണ്ട്, ഈ തസ്ലീമയെ അറിയാം, സജീറിനെ അറിയാം എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ തസ്ലീമയുമായി നിരന്തരം ബന്ധപ്പെടാറുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിന് തുടർച്ചയായുള്ള അന്വേഷണമാണ് ഇനി നടക്കേണ്ടത്. ശാസ്ത്രീയമായ പരിശോധനാ ഫലം ഉൾപ്പെടെ ഈ കേസിൽ വളരെ നിർണായകമാകാൻ പോവുകയാണ്.